ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും നമ്മുടെ ഹിസ്റ്ററി ചാപ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ എടുത്തത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പറഞ്ഞു. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തിലേക്ക് നയിച്ചു? ക്യാപിറ്റലിസം പിന്നീട് കൊളനൈസേഷനിലേക്ക് വന്നു. കൊളനൈസേഷൻ പിന്നീട് ഇമ്പീരിയലിസത്തിലേക്ക് വന്നു. ആ ഇമ്പീരിയലിസത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. പിന്നീട് അഗ്രസീവ് നാഷണലിസം പറഞ്ഞു, മിലിറ്ററി അലയൻസ് പറഞ്ഞു, അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായി ഉണ്ടായ 3 മൂവ്മെൻറ്റ്സ് പറഞ്ഞു അല്ലേ? പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുണ്ടായിരുന്ന അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന മൂവ്മെൻറ്റ്സുകൾ, പ്രസ്ഥാനങ്ങൾ അവസാനം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ എമേർജ്ഡ് സം ക്രൈസിസ്, ചില പ്രതിസന്ധികൾ ഉണ്ടാക്കി. വാട്ട് വാസ് ദ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഇൻ യൂറോപ്യൻ നേഷൻ? എന്തായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇറ്റ് വാസ് മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൾക്കൻ ക്രൈസിസ്. ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച 2 പ്രതിസന്ധികളാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഫസ്റ്റ് വൺ മൊറോക്കൻ ക്രൈസിസ്, ദെൻ സെക്കൻഡ് വൺ ബാൾക്കൻ ക്രൈസിസ്. മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. എന്താണ് മൊറോക്കൻ ക്രൈസിസ്? In 1904, Britain and France signed a secret treaty. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ കരാറ് സൈൻ ചെയ്തു. അക്കോർഡിംഗ് ടു ദിസ് സീക്രട്ട് ട്രീറ്റ്, ഈ ഉടമ്പടി പ്രകാരം, ഈ രഹസ്യ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ ആർ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. എന്താ പറഞ്ഞേ? അക്കോർഡിംഗ് ടു ദിസ് secret treaty, Britain are recognized the claim of France over Morocco. മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിന്റെ ക്ലെയിമിനെ, ആധിപത്യത്തെ ആരംഗീകരിച്ചു? ആരഗ്രി ചെയ്തു? ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്തു. ഇതായിരുന്നു 1904 ഇവർക്കിടയിലുണ്ടായിരുന്ന സീക്രട്ട് ട്രീറ്റ്. ക്ലിയർ ആയല്ലോ? ബട്ട് ജർമ്മനി ഒപ്പോസ്ഡ് ദിസ് ട്രീറ്റ്. ജർമ്മനി സെന്റ് ബാറ്റിൽ ഷിപ്പ് ടു മൊറോക്കൻ പോർട്ട് അഗാഡിർ. ജർമ്മനി ഇതിനെ എതിർത്തത് മാത്രമല്ല, ജർമ്മനി മൊറോക്കോ കീഴടക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ, ബാറ്റിൽ ഷിപ്പിനെ അയക്കുകയും മൊറോക്കൻ പോർട്ടിലേക്ക് സൈന്യത്തെ അയക്കുകയും ചെയ്തു. പ്രശ്നമായല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? At last, France agreed to transfer a part of French Congo to Germany. പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമല്ലോ. അവസാനം എന്ത് ചെയ്തു? ഇങ്ങനെ പ്രശ്നമായപ്പോ ഫ്രാൻസ് അവരുടെ കോളനിയായിരുന്നു ഫ്രഞ്ച് കോങ്കോ. ഓരോ രാജ്യങ്ങൾക്ക് ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ കോളനിയായിരുന്ന ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ആർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി? ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ജർമ്മനി ഇവരുടെ ഈ ക്ലെയിമിനെ, ഫ്രാൻസിന്റെ ഈ ക്ലെയിമിനെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നം സോൾവ് ആയെങ്കിലും ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള എനിമിറ്റി, ശത്രുത കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇതാണ് മൊറോക്കൻ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമ്മൾ പറയുന്നത് ബാൾക്കൻ ക്രൈസിസിനെ കുറിച്ചാണ്. യൂറോപ്പിലെ ഈജിയൻ കടലിനും ബ്ലാക്ക് സീക്കും ഇടയിലാണ് ബാൾക്കൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് ദ പാർട്ട് ഓഫ് ഓട്ടോമൻ എംപയർ. ഇത് പണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അത്രേ. ഏത്? ബാൾക്കൻ പ്രദേശം. എന്നാൽ in 1912 ബാൾക്കൻ ലീഗ് ഡിഫീറ്റഡ് തുർക്കി. ബാൾക്കൻ സഖ്യം 1912 ഓട്ടോമൻ സാമ്രാജ്യമായ തുർക്കിയെ പരാജയപ്പെടുത്തി.
ബാൾക്കൻ ലീഗിലുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ബാൾക്കൻ സഖ്യത്തിലുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ. ഏതൊക്കെയാ? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ തുടങ്ങിയ ബാൾക്കൻ ലീഗ്സ് എന്ത് ചെയ്തു? 912 ഡിഫീറ്റഡ് തുർക്കിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ആഫ്റ്റർ ദ വാർ, ഇതിനു ശേഷം ഈ യുദ്ധമുതലുകള് പങ്കുവെക്കുന്ന കാര്യത്തിൽ ഇവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഇത് അവസാനം ഒരു യുദ്ധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഈ ബാൾക്കൻ പ്രദേശത്തിന്റെ മേൽ ആസ്ട്രിയയും സെർബിയയും അവകാശവാദം ഉന്നയിച്ചു. ആസ്ട്രിയ ജർമ്മൻ ഹെൽപ്പോട് കൂടിയിട്ട് ആസ്ട്രിയ ബാൾക്കൻ പ്രദേശത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ, ക്ലെയിം ചെയ്തപ്പോൾ, സെർബിയയും റഷ്യൻ സഹായത്തോടു കൂടി ഈ ബാൾക്കൻ റീജിയന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചു. ഇങ്ങനെ ഈ ബാൾക്കൻ പ്രദേശത്തിന്റെ മേൽ ആസ്ട്രിയയും സെർബിയയും തമ്മിൽ ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. എന്താണത് എന്ന് നമുക്ക് നോക്കാം. 1914 ആസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് അസാസിനേറ്റഡ്, വെടിയേറ്റു മരിച്ചു. ആരാലാണ് വെടിയേറ്റു മരിച്ചത്? എ സെർബിയൻ യൂത്ത് ഗാവ്രിലോ പ്രിൻസപ്പ്. ഒരു സെർബുകാരനായ ഗാവ്രിലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന യുവാവാണ് ആസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ചത്. ഫ്രാൻസിസ് ഫെർഡിനാൻഡ് മരിച്ചു. എവിടെ വെച്ചാണ് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന് വെടിയേറ്റത്? ബോസ്നിയൻ ക്യാപിറ്റലായ സരാജിവോവിൽ വെച്ച്. 3 കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇൻ 1914 ആരാണ് വെടിയേറ്റ് മരിച്ചത്? ആസ്ട്രിയൻ പ്രിൻസ് ആയിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ആരാലാണ് കൊല്ലപ്പെട്ടത്? എ സെർബിയൻ യൂത്ത് ഗാവ്രിലോ പ്രിൻസപ്പ്. എവിടെ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്? ദ ബോസ്നിയൻ ക്യാപിറ്റൽ സരാജിവോ. ഇതോടുകൂടിയിട്ട് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്താ കാരണം? സെർബിയയാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുകയും സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് 2 സഖ്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും പറഞ്ഞിരുന്നു. ഈ 2 സഖ്യത്തിലെ രാജ്യങ്ങളെ സഹായിക്കാൻ ജർമ്മനിയും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള രാജ്യങ്ങളും മുന്നോട്ട് വരികയും ചെയ്തു. ലേറ്റർ ദേ ജോയിൻഡ് മെനി നാഷൻസ്. ഒരുപാട് രാജ്യങ്ങൾ പിന്നീട് ചെറുതും വലുതുമായ രാജ്യങ്ങളൊക്കെ അറിഞ്ഞോ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, നേരിട്ടോ അല്ലാതെയോ ഈ സഖ്യങ്ങളുടെ കൂടെ കൂടിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് ഇറ്റ്സ് നോൺ ആസ് ഫസ്റ്റ് വേൾഡ് വാർ. അതുകൊണ്ടാണ് ഇത് 1ാം ലോക യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1ാം ലോക യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ? എന്തായിരുന്നു 1ാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് പറയുന്നത്, over 10 million people their lives or were injured in the world. ലോകത്തില് യൂറോപ്പില് 10 മില്യൺ പീപ്പിൾ ആണ് മരണപ്പെട്ടത്. അതേപോലെ അത്ര തന്നെ ആളുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തു. 2, എക്കണോമിക് ഡൊമിനൻസ് ഓഫ് ദ യൂറോപ്പ് ഡിമിനിഷ്ഡ്. അന്നേ വരെ സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടായിരുന്ന യൂറോപ്പിന്റെ എക്കണോമിക് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ആധിപത്യം ബിക്കം ഡിമിനിഷ്ഡ്, തകർച്ച നേരിട്ടു. 3, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വർദ്ധിച്ചു. ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവിടെ നിയന്ത്രണത്തിൽ ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
അല്ലെ? ലോകമഹായുദ്ധത്തിന് ശേഷം ഏഷ്യയിലും ആഫ്രിക്കയിലും ലിബറേഷൻ മൂവ്മെന്റ്, സ്വതന്ത്ര സമരങ്ങള് കരുത്താർജിച്ചു. ഇവരിൽ നിന്നെല്ലാം ഈ പ്രദേശങ്ങള് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം were destroyed. ലോക യൂറോപ്പിന്റെ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അഗ്രികൾച്ചർ, കൃഷി, അതുപോലെ ഇൻഡസ്ട്രി, വ്യവസായം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ become destroyed, തകരാൻ തുടങ്ങി, തകർന്നുപോയി. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ യുദ്ധം. ഇനി ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല. ലോകത്ത് സമാധാനം വേണം, ശാന്തി വേണം. അതിനു വേണ്ടിയിട്ട് in a bid to bring about the peace in the world, ലോകത്തൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ഇനി ഒരു യുദ്ധം ഉണ്ടാകുന്നു തടയാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയായിരുന്നു. The League of Nations was formed. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ലീഗ് ഓഫ് നേഷൻ അഥവാ സർവരാഷ്ട്ര സഖ്യം എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് പീസ് എഫേർട്ട്, സമാധാന ശ്രമങ്ങൾ. എന്തായിരുന്നാലും യുദ്ധം കഴിഞ്ഞു അല്ലേ? യുദ്ധത്തിന് ശേഷം ഇൻ 1919 പോസ്റ്റ് വാർ സിറ്റുവേഷനെ കുറിച്ച്, വാട്ട് മീൻ പോസ്റ്റ് വാർ സിറ്റുവേഷൻ, യുദ്ധാനന്തര ലോകം അല്ലെ, യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥ. അങ്ങനെ ഈ പോസ്റ്റ് വാർ സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിന്നിംഗ് അലയൻസ് ആയ ബ്രിട്ടനും ഫ്രാൻസും പാരീസിൽ വെച്ച് ഒരു പീസ് കോൺഫറൻസ് ചേരുകയാണ്. എവിടെ വെച്ചിട്ടാ ചേർന്നത്? പാരീസിൽ. എന്താ ചേർന്നത്? പീസ് കോൺഫറൻസ്, ഒരു സമാധാന സമ്മേളനം. വെൻ ഇൻ 1919 ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്കസ് അബൌട്ട് പോസ്റ്റ് വാർ സിറ്റുവേഷൻ, യുദ്ധാനന്തര അവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു? they were signed different treaties with defeated nations. ജർമ്മനിയുടെ കൂടെ ഉണ്ടായിരുന്ന സഖ്യങ്ങൾക്ക് നേരെ, ഡിഫീറ്റഡ് ആയ രാജ്യങ്ങൾക്ക് എതിരെ വ്യത്യസ്തങ്ങളായ ചില ഉടമ്പടികള് അവർ സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് വെഴ്സാ ട്രീറ്റ് അഗെയിൻസ്റ്റ് ജർമ്മനി. ജർമ്മനിക്കെതിരെ കൊണ്ടുവന്ന വെഴ്സാ ഉടമ്പടി എന്ന് പറയുന്നത്, വെഴ്സാ ട്രീറ്റ് എന്ന് പറയുന്നത്, ഓസ്ട്രിയക്കെതിരെയും ഹംഗറിക്കെതിരെയും വ്യത്യസ്തങ്ങളായ ഉടമ്പടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നെയ് ഉടമ്പടി, ട്രയനോൺ ഉടമ്പടി, അതുപോലെ തുർക്കിക്കെതിരെ സെവർ ട്രീറ്റ് എന്ന് പറയുന്ന ചില ഉടമ്പടികളും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയായ വെഴ്സാ ട്രീറ്റിയെ കുറിച്ചാണ്. ഹൗ എഫക്റ്റ് വെഴ്സാ ട്രീറ്റ് ടു ജർമ്മനി? ജർമ്മനിയെ എങ്ങനെയൊക്കെയാണ് ഈ വെഴ്സാ ട്രീറ്റ് ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതാണ് പറയുന്നത്, ജർമ്മൻ കോളനീസ് were divided among the victorious powers. വിജയികളായ രാജ്യങ്ങൾ, ബ്രിട്ടന്റെയും ഫ്രാൻസ് അടക്കമുള്ള വിജയികളായ രാജ്യങ്ങള് ഇതുപ്രകാരം ജർമ്മൻ കോളനികളെ വീതിച്ചെടുത്തു. 2, ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് എ വാർ ഇൻഡിമിനിറ്റി. യുദ്ധ നഷ്ടപരിഹാരമായിട്ട്, യുദ്ധം തുടങ്ങി വെച്ചത് ജർമ്മനിയാണ്, അതുകൊണ്ട് യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായിട്ട് ഒരു വലിയ തുക തന്നെ വാർ ഇൻഡിമിനിറ്റി ആയിട്ട്, യുദ്ധ നഷ്ടപരിഹാരമായിട്ട് ജർമ്മനി നൽകേണ്ടി വന്നു. ഇനി they were occupied a rich mines of Germany. ഈ വിക്ടോറിയസ് പവേഴ്സ് ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ ഇതെല്ലാം പിടിച്ചെടുത്തു. ഇതിനെല്ലാം പുറമെ വാർ ഗിൽറ്റ് ഇമ്പോസ്ഡ് ബൈ ജർമ്മനി, ജർമ്മനിയുടെ മേലെ യുദ്ധ കുറ്റം ചുമത്തുകയും ജർമ്മനി വാസ് ഡിസാംഡ്, ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. അങ്ങേയറ്റം ഇറ്റ് വാസ് എ ഹൈലി ഹ്യൂമിലേറ്റിംഗ്, അങ്ങേയറ്റം ജർമ്മനിക്ക് അപമാനകരമായ ഒരു ട്രീറ്റ് ആയിരുന്നു, ഒരു ഉടമ്പടി ആയിരുന്നു വെഴ്സാ ട്രീറ്റ് അഥവാ വെഴ്സാ ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിലെ
യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ മറ്റോ അനുഭവിക്കാത്ത ഒരേ ഒരു രാജ്യം അമേരിക്കയായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ ലാഭം ലഭിച്ച രാജ്യം അമേരിക്കയായിരുന്നു. യുദ്ധം തകർത്ത യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് പണം വായ്പയെടുക്കാൻ തുടങ്ങി. അതോടുകൂടി ലോകവിനിമയത്തിന്റെ അടിസ്ഥാനമായിരുന്ന ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ലോകവിനിമയത്തിന്റെ അടിസ്ഥാനം അമേരിക്കൻ ഡോളറായി മാറി. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കക്ക് കടക്കാരായി മാറുകയാണ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരെന്ന് പറയട്ടെ, അമേരിക്കയുടെ ഈ എക്കണോമിക്കൽ ഗ്രോത്ത്, എക്കണോമിക്കൽ ഡൊമിനൻസ് അധികകാലം മുന്നോട്ട് പോയില്ല. 1929 അമേരിക്കയിൽ ആരംഭിച്ച ഒരു വേൾഡ് എക്കണോമിക് ഡിപ്രഷൻ, ഒരു ലോക സാമ്പത്തിക മാന്ദ്യം പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം, വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് ദ വേൾഡ് എക്കണോമിക് ഡിപ്രഷൻ. എന്തായിരുന്നു ആ സാമ്പത്തിക തകർച്ചയുടെ പ്രത്യാഘാതങ്ങൾ എന്ന് നോക്കാം. എവിടെയാണ് ആരംഭിച്ചത്? 1929 ഒറിജിനേറ്റഡ് ഇൻ അമേരിക്ക. അമേരിക്കയിലാണ് ഈ സാമ്പത്തിക തകർച്ച ഉണ്ടായത്. അമേരിക്കയിൽ ആരംഭിച്ചതോട് കൂടിയിട്ട് അതെല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു. കാരണം എന്തായിരുന്നു? അമേരിക്കയാണല്ലോ ഇവരെല്ലാം സഹായിച്ചിരുന്നത്. ഇമ്പാക്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, people who become purpose of the war couldn't afford the commodities. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ, കമോഡിറ്റീസ്, സാധനങ്ങൾ മേടിക്കുവാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുഡ്സ് were kept unsold in factories. ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളൊന്നും തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ ഫാക്ടറികളിൽ തന്നെ കെട്ടിക്കിടന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ഇൻ ദ USA. നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ, അമേരിക്കയിൽ നിന്ന് പണം വായ്പയെടുത്ത യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അവർ റീപേ ചെയ്യുന്നതിൽ, ആ പണം തിരിച്ചടക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവർ കടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ ആൻഡ് ബാങ്ക് ബിക്കം കൊളാപ്സ്ഡ്. പണപ്പെരുപ്പം വർദ്ധിക്കുകയും ബാങ്കുകൾ തകരുകയും ചെയ്തു. ദ ലാസ്റ്റ് വൺ, അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും അതുപോലെ ദാരിദ്ര്യവും രൂക്ഷമാവുകയും ചെയ്തു. ഹൗ ടു ഓവർകം ദ യൂറോപ്യൻ നാഷൻസ് ദിസ് സിറ്റുവേഷൻ? ഈ സിറ്റുവേഷനെ എങ്ങനെയാണ് യൂറോപ്യൻ നാഷൻസ് ഓവർകം ചെയ്തിട്ടുണ്ടാവുക? അവർ ചെയ്തെന്താണെന്നറിയോ? അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ ഉണ്ടായിരുന്നല്ലോ, ആ കോളനികളുടെ മേല് ഇവരുടെ ഫിനാൻഷ്യൽ ബേർഡൻ, സാമ്പത്തികമായിട്ടുള്ള ബേർഡൻ കെട്ടിവെക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഈ കോളനിക്കാരെ യൂറോപ്യന്മാരുടെ സാമ്പത്തിക ബാധ്യത കൂടിയേൽക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് യുദ്ധത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങള്, യൂറോപ്പിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവരുടെ ഭരണകൂടം തന്നെ നഷ്ടമായി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമാവുകയും ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ മുൻകൈ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ മറികടന്നുകൊണ്ട് ലോക സമാധാനത്തിന് ഭീഷണിയായിക്കൊണ്ട് രണ്ട് ഓർഗനൈസേഷൻ കടന്നു വരികയാണ്. ദാറ്റ് വാസ് ഫാഷിസം ആൻഡ് നാസിസം. എന്തായിരുന്നു ഫാഷിസവും നാസിസവും കടന്നു വരാൻ, യൂറോപ്പിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കടന്നു വരാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ജർമ്മനിയിലും ഇറ്റലിയിലും നാസിസവും അതുപോലെ ഫാഷിസവും കരുത്താർജിക്കാണ്ടായ കാരണം? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെ ഭീകരമായ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എത്തി എന്നത് കൂടി നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇറ്റലിയിലാണ് ഫാഷിസം ആരംഭിച്ചത്. ആ ഫാഷിസം ഇറ്റലിയിൽ ആരംഭിക്കാൻ അതിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ഫാഷിസം ഇറ്റലിയിൽ കടന്നു വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതാണ് പറയുന്നത് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആണ്, സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക തകർച്ചയാണ്. മറ്റൊന്ന് റിവൽറി അഗെയിൻസ്റ്റ് ദ വിക്ടേഴ്സ്, വിജയികളായ രാജ്യങ്ങളോടുള്ള
പ്രതികാര മനോഭാവം, എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ. ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാഷിസവും നാസിസവും മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തായിരുന്നു എന്നാണ്. എന്തൊക്കെയാണ് ഫാസിസത്തിന്റെ ആശയങ്ങൾ? ഇറ്റ് വാസ് ആന്റഗോണിസം ടു ഡെമോക്രസി, അത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു. ഒപ്പോസിഷൻ ടു സോഷ്യലിസം, അത് സോഷ്യലിസത്തെ എതിർത്തു. ഗ്ലോറിഫൈങ് ദ നേഷൻ, അത് രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. അക്കോർഡിംഗ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ജസ്റ്റിഫൈയിങ് വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, തീവ്രദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഡിഫൈൻ ദ പാസ്റ്റ്, ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്തു. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, അത് സൈനിക സ്വേച്ഛാധിപത്യമായിരുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ റിവേഴ്സ്, തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്തു. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഐഡിയോളജീസ് ത്രൂ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സാഹിത്യം, കല, വിദ്യാഭ്യാസം എന്നിവയെ തങ്ങളുടെ ആശയ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഫാഷിസവും നാസിസവും കടന്നു വന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറ്റലിയിലെ ബെനീറ്റോ മുസോളിനി തൻ്റെ ഫാസിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നു. അതിലേക്ക് നയിച്ച 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇറ്റലി ഗോട്ട് നത്തിങ് ത്രൂ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികളുടെ കൂട്ടത്തിലായിട്ട് പോലും ഇറ്റലിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. 2, പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ്. യുദ്ധാനന്തരമുണ്ടായ സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം എന്നിവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി. ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ദ സോഷ്യലിസം were prompted to support fascism. ഇറ്റലിയിലെ സമ്പന്നരായ ആളുകള്, സോഷ്യലിസ്റ്റുകള്, രാജ്യം സോഷ്യലിസത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുകയും ഈ ഭയം അവരെ ഫാഷിസത്തെ സപ്പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ ഫാഷിസം അവര് ആരെയാണ് ശത്രുക്കളാക്കി കണ്ടത്? സോഷ്യലിസ്റ്റുകളെയും ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് were proclaimed as an enemy of the nations. ആരൊക്കെ? സോഷ്യലിസ്റ്റുകളെ, തൊഴിലാളി നേതാക്കന്മാരെ, അതുപോലെ കർഷക പ്രസ്ഥാനങ്ങൾ, കർഷക നേതാക്കന്മാരെ ഒക്കെ ഇവർ രാജ്യത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും അവരെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്തു. ഹിംസയുടെ മാർഗം സ്വീകരിച്ച മുസോളിനി എതിരാളികളെല്ലാം വകവരുത്തുകയും അതിനു വേണ്ടിയിട്ട് ബ്ലാക്ക് ഷർട്ട്, കരിങ്കുപ്പായക്കാരെന്ന് പറയുന്ന ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്ലോറിഫിക്കേഷൻ ഓഫ് പാസ്റ്റ് പറഞ്ഞു അല്ലെ, ഭൂതകാല മഹത്വവൽക്കരണം. മുസോളിനി ചെയ്തെന്താണ്? ആൻഷ്യൻ റോമൻ എംപയറിനെ, തങ്ങളുടെ ഭൂതകാലത്തെ റോമൻ സംസ്കാരത്തെ റീകൺസ്ട്രക്ട് ചെയ്യുവാനാണ് ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ട് റോമൻ എംപയേഴ്സിന്റെ പല സിംബൽസുകളും അദ്ദേഹം തന്റെ ഭരണത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മുസോളിനിയുടെ കിരാതമായ ഭരണം ലോകത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാഷിസത്തെ പോലെ തന്നെ അതിനേക്കാൾ ഭീകരമായ മറ്റൊരു പ്രസ്ഥാനമായ നാസിസത്തെ കുറിച്ചാണ്. ജർമ്മനിയിലാണ് നാസിസം ആരംഭിച്ചത്. എന്തൊക്കെയായിരുന്നു ജർമ്മനിയിൽ നാസിസം വരാനുള്ള ഇടയാക്കിയ സാഹചര്യം? ഒന്ന്, വേഴ്സ ട്രീറ്റ് തന്നെയായിരുന്നു. വേഴ്സ ഉടമ്പടി അറിയാലോ നമുക്ക്.
രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന യുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന സാമ്പത്തിക തകർച്ചയും മറ്റും തന്നെയായിരുന്നു. 3, ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയവും അതുപോലെ സൈനികരുമായ തകർച്ച. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ജനതയിലെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഹിറ്റ്ലറിന് സാധിച്ചു. ഹിംസയുടെ മാർഗം സ്വീകരിച്ച ഹിറ്റ്ലർ, അദ്ദേഹം ആരെയാണ് ശത്രുക്കളായി കണ്ടത്? രാജ്യത്തിൻ്റെ ശത്രുക്കളായി സോഷ്യലിസ്റ്റുകളെയും ഡെമോക്രാറ്റുകളെയും ജൂതന്മാരെയും അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കണക്കാക്കുകയും അവരെയെല്ലാം വകവരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ജൂതന്മാരെ അദ്ദേഹം പരിഗണിക്കുകയും ജർമ്മനി അപമാനകരമായ അവസ്ഥയിലേക്ക് ജർമ്മനി പോകാനുണ്ടായ കാരണം ജൂതന്മാരാണെന്ന് പറയുകയും അങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. ഇറ്റ്സ് നോൺ ആസ് ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അതിനു വേണ്ടിയിട്ട് നേരത്തെ മുസോളിനി ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്ന ഒരു സൈന്യത്തെ രൂപീകരിച്ചതുപോലെ ഹിറ്റ്ലർ ബ്രൗൺ ഷർട്ട് അഥവാ തവിട്ടുകുപ്പായക്കാരെന്ന് പറയുന്ന ഒരു സൈന്യത്തെയും തന്നെ എതിർക്കുന്ന എതിരാളികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന ഒരു സീക്രട്ട് പോലീസിനെയും അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. ഹിംസയുടെ മാർഗം സ്വീകരിച്ച ഹിറ്റ്ലർ എതിരാളികളെ ഒന്നടങ്കം വകവരുത്തി. റഷ്യൽ പ്യൂരിറ്റിയുമായിട്ട് വംശ മഹിമയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച വംശം ആര്യന്മാരാണെന്നും അതുകൊണ്ട് ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അദ്ദേഹം വാദിച്ചു. ഇദ്ദേഹത്തിന്റെ വാദത്തിന്റെ ഫലമായിട്ടാണ് ജൂതന്മാരെല്ലാവരെയും ഇദ്ദേഹം കൊന്നൊടുക്കിയത്. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. അതുപോലെ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികളെയും നിരോധിക്കുകയും തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു. അക്രമത്തിന്റെ നയം സ്വീകരിച്ച ഇദ്ദേഹം ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും പിന്നീട് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഒരു ഫാസിസ്റ്റ് സഖ്യത്തിന് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയിട്ട് ഇതിനെതിരായിട്ട് യൂറോപ്പിൽ മറ്റു സഖ്യങ്ങൾ രൂപീകരിക്കുകയും അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച 2 സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ് ഇനി നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അതിൽ സംഭവിച്ച നഷ്ടങ്ങളോ പരാജയമോ പ്രത്യാഘാതങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങൾ പരിഗണിച്ചില്ല. 20 വർഷങ്ങൾക്ക് ശേഷം ലോകം വീണ്ടും ഭീകരമായ മറ്റൊരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. 1939 തുടങ്ങി 1945 അവസാനിച്ച ഇത് സെക്കൻഡ് വേൾഡ് വാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ വേൾഡ് വാറിലേക്ക് നയിച്ച 2 സൈനിക സഖ്യങ്ങളായിരുന്നു ആക്സിസ് പവേഴ്സും അലയഡ് പവേഴ്സും. ഫാസിസ്റ്റ് രാജ്യമായ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് ആക്സിസ് പവേഴ്സ് എന്ന സഖ്യം രൂപീകരിച്ചപ്പോൾ, അഥവാ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ചപ്പോൾ ഇതിനെതിരെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവർ ചേർന്നുകൊണ്ട് അലയഡ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ചു. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ സഖ്യത്തിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. എന്തായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ? ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റാൾ ദ അറ്റാക്ക് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. ആക്സിസ് പവേഴ്സിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെട്ടു. When Germany, Italy and Japan attacked other nations, capitalist countries like Britain and France did not prevent the attack. ജർമ്മനിയും ഫാസിസ്റ്റ് രാജ്യങ്ങളായ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും അവരെ പ്രിവെന്റ് ചെയ്യാൻ, അവരെ തടയുവാൻ ശ്രമിച്ചില്ല.
മാത്രമല്ല, they considered Soviet Union being a socialist country as their chief enemy. അവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയായിരുന്നു അവിടെ മുഖ്യ ശത്രുവായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ട് ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക് ഈസ് നോൺ ആസ് ദ പോളിസി ഓഫ് അപ്പീസ്മെന്റ്. ഇത്തരത്തില് ഫാസിസ്റ്റ് രാജ്യങ്ങളോടുള്ള ഇവരുടെ ഈ നയം അപ്പീസ്മെന്റ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് അഥവാ പ്രീണന നയം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അങ്ങനെ on the 1st September 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. This prompted the allied nation to declare war against Germany. അതോടുകൂടിയിട്ട് ജർമ്മനിക്കെതിരെ സഖ്യശക്തികള് അലൈഡ് പവേഴ്സ് യുദ്ധം പ്രഖ്യാപിക്കുകയും that ultimately resulted in the outbreak of the Second World War. അതവസാനം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ എഫക്റ്റുകളെ കുറിച്ചാണ്. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റി. സഖ്യശക്തികളുടെ ആക്രമണത്തെ തടുക്കാൻ സാധിക്കാതെ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാന്റെയും നേതൃത്വത്തിലുള്ള ആക്സിസ് പവേഴ്സ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇറ്റലിയിലെ മുസോളിനിയെ ജനങ്ങൾ വധിച്ചതോടുകൂടി ഇറ്റലി കീഴടങ്ങുകയും ജർമ്മനിയിലെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അതോടുകൂടി ജർമ്മനിയും കീഴടങ്ങി. ഇനി ബാക്കിയുള്ളത് ജപ്പാനായിരുന്നു. ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചതിന്റെ പ്രതികാര നടപടിയായിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ ജപ്പാനെ കീഴടക്കാൻ എത്തുന്നതിന് മുമ്പായിട്ട് 1945 ഓഗസ്റ്റ് 6-നും 9-നും ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെട്ട അണുബോംബ് വർഷിക്കുകയും ജപ്പാൻ തകരുകയും ചെയ്തു. അതോടുകൂടിയിട്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എഫക്റ്റുകളെ കുറിച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. 10 മില്യൺ പീപ്പിൾ മരണപ്പെട്ടു. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്പിന്റെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായിട്ടും തകർന്നു. യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ ദ വേൾഡ് ഡിമിനിഷ്ഡ്. യൂറോപ്പിന്റെ ആധിപത്യം ലോകത്തിൽ ഇല്ലാതായി. ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ആഫ്രിക്കയിലും ഏഷ്യയിലും സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ചു. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറുകയും ചെയ്തു. ഇൻ എ ബിഡ് ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻസ് വേൾഡ് പീസ്, ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. ലോക സമാധാനത്തിന് ഇനിയൊരു യുദ്ധമുണ്ടാകാൻ പാടില്ല. യുദ്ധത്തിന്റെ ഭീകരത അത്രത്തോളമായിരുന്നു. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന വേണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് UNO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഒന്ന് ഓടിച്ചു പോവുക, ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്ന് ഒന്ന് മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്നേ. എന്തൊക്കെയായിരുന്നു? 2 ക്രൈസുകൾ പറഞ്ഞു അല്ലെ? ബാൾക്കൻ ക്രൈസും മൊറോക്കൻ ക്രൈസും പറഞ്ഞു. പിന്നെന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആ ക്രൈസ് വേൾഡ് വാറിലേക്ക് എത്തി പെട്ടെന്നുണ്ടായൊരു സംഭവം പറഞ്ഞു അല്ലെ? ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ മരണം, ഗാവല്ലോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊന്നത് പറഞ്ഞു. പിന്നീട് നമ്മൾ അതിൻ്റെ എഫക്റ്റ് പറഞ്ഞു. പിന്നീട് നമ്മൾ വേഴ്സ
പീസ് കോൺഫറൻസിനെ കുറിച്ച് പറഞ്ഞു, അവിടെ വേഴ്സ ട്രീറ്റിയെ കുറിച്ച് പറഞ്ഞു. പിന്നീട് നേരെ പോയത് എക്കണോമിക്കൽ ഡിപ്രഷനിലേക്കാണ്, സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ്, തകർച്ചയിലേക്കാണ് പോയത്. അതിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞു. പിന്നീട് നമ്മൾ ഫാഷിസത്തെയും നാസിസത്തെയും കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. പിന്നെ നേരെ വന്നത് സെക്കൻഡ് വേൾഡ് വാറിലേക്കാണ്, അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി അലയൻസിനെ കുറിച്ച് പറഞ്ഞു. അവസാനമായിട്ട് എന്താ പറഞ്ഞത്, വേൾഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞു. ഇത്രയും പാഠഭാഗങ്ങൾ, ഇത്രയും ഭാഗം നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. സംശയമുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.